ചോദ്യം വായിക്കുക. 154ൻ്റെ സ്ക്വയറിൻ്റെ വില കാണാൻ 153ൻ്റെ സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം? അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് ആദ്യം എഴുതിയാൽ മതി. എന്താണ്? 153ൻ്റെ സ്ക്വയറിനോട് എത്ര കൂട്ടിയാൽ 154 സ്ക്വയർ കിട്ടും? അപ്പം നമ്മളത് എഴുതുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക. 153ൻ്റെ സ്ക്വയറിനോട് ഏതോ ഒരു സംഖ്യ കൂട്ടി, ആ സംഖ്യ ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. അങ്ങനെ കൂട്ടിയപ്പോഴാണ് എനിക്ക് എത്ര കിട്ടിയത്? 154 സ്ക്വയർ കിട്ടി. അപ്പോൾ നമുക്ക് ആ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പുറത്തുള്ളതായ 154 സ്ക്വയർ ഇപ്പോൾ അങ്ങനെ നിന്നോട്ടെ. ഈ പ്ലസ് ആയ 153 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എത്ര? -153 സ്ക്വയർ ആയിക്കോട്ടെ. നമ്മളിത് സിംപ്ലിഫൈ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നാണ്. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ താഴെ എഴുതുന്നുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് വെച്ചാൽ ആദ്യം എ പ്ലസ് ബി പിന്നെ ഇൻറ്റു എ മൈനസ് ബി. നമുക്കിവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ആൾ ഇത് 154 ബി എന്ന് പറയുന്ന ആൾ 153. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്താണ്? എ പ്ലസ് ബി 154 പ്ലസ് 153 പിന്നെ എ മൈനസ് ബി. അപ്പോൾ എത്ര? 154 മൈനസ് 153. നമുക്കിത് പ്ലസ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഓപ്ഷനിൽ 154 പ്ലസ് 153 എന്ന് തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് അയാളെ മാറ്റേണ്ട. 154 പ്ലസ് 153 ഇയാളെ മാറ്റിയിട്ടുണ്ട്. കാര്യം ഇയാളുടെ ഡിഫറൻസ് 1 ആണ്. 1 കൊണ്ട് ഏതൊരു സംഖ്യ ഇൻറ്റു ചെയ്താലും അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായി? 154 പ്ലസ് 153. നമ്മുടെ ബി എന്ന് പറയുന്ന ആൻസർ, നമ്മുടെ ആൻസർ ബി ആണ് നമ്മുടെ ആൻസർ.